ഹലോ, എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ കൊലമൊക്കെ കാണുമ്പോൾ മനസ്സിലാവും നിങ്ങൾക്ക്. ഞാൻ മിക്കപ്പോഴും ലിപ്സ്റ്റിക്കൊന്നും ഇടാതെ വരുന്ന ഒരു ഷൂട്ടിന് പോകുന്ന സമയത്തായിരിക്കും. അപ്പോൾ ഇന്ന് നമ്മളൊരു ഓണം ഷൂട്ടിന് പോവാണ്. കഴിഞ്ഞ ഷൂട്ടിന് പോയപ്പോൾ ആ പിമ്പിള് ഇപ്പോഴും ഇരിപ്പുണ്ട്. എൻ്റെ പാടായിട്ട് 2-3 പാട് വന്നിട്ടുണ്ട്. സാരില്ല. ഓക്കെ, അപ്പം നമ്മൾ ഓണം ഷൂട്ടിന് പോവാണ്. വൈലോപ്പള്ളിയിൽ വെച്ചിട്ടാണ് ഷൂട്ട്. അപ്പോൾ അതിന് മുന്നേ നമ്മൾ മേക്കപ്പ് ചെയ്യാൻ പോകണം. അപ്പോൾ ഒരു 7 ഒക്കെ ആകുമ്പോൾ അവിടെ എത്തണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ റെഡിയായി മേക്കപ്പ് ചെയ്യാൻ വേണ്ടി പോവാണ്. ബാക്കി വിശേഷങ്ങൾ നമുക്ക് വഴിയെ കാണാം. അപ്പം നമ്മളങ്ങനെ മേക്കപ്പ് ചെയ്യാൻ വേണ്ടി ടച്ച് ആൻഡ് ഗ്ലോയിലെത്തി. ടച്ച് ആൻഡ് ഗ്ലോ പട്ടത്തുനിന്ന് കുറവങ്കോണം പോകുന്ന റൂട്ടിലാണ് കേട്ടോ ഉള്ളത്. അപ്പം അങ്ങനെ നമ്മളെ ഹെയർ ആണ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത്. ക്രിമ്പിങ് ഒക്കെ കഴിഞ്ഞു. ഒരു ബേസ് മേക്കപ്പ് ഒക്കെ ഇട്ടിട്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് സാരി ഉടുക്കാം എന്നുള്ള രീതിക്ക്. അപ്പോൾ ജസ്റ്റ് ക്രിമ്പിങ്, ഹെയറിൻ്റെത് ക്രിമ്പിങ് മാത്രമേ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഈ ബ്ലാക്ക് ഉടുപ്പിട്ട ചേച്ചിയാണ് ഞങ്ങൾ മേക്കപ്പ് ഒക്കെ ചെയ്ത് തന്നത്. അപ്പോൾ ചേച്ചിയെടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടൊക്കെ ഇരിക്കുമായിരുന്നു. അപ്പോൾ ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. അപ്പം ഞങ്ങളുടെ ഷൂട്ട് എന്ന് പറഞ്ഞാൽ ലൂം ക്രാഫ്റ്റ് ബൈ നീനു ലക്ഷ്മി എന്ന് പറഞ്ഞ ചേച്ചിയുടെ 2 പേരുടെയാണ് കേട്ടോ അത്. അവരുടെ പേജിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ സാരി ചേച്ചിയുടേതാണ്. ബ്ലൗസ് ആക്ച്വലി എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ചേച്ചി ഓർഡർ ചെയ്ത ബ്ലൗസ് എന്തോ വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പം ബ്ലൗസ് എൻ്റെ തന്നെയായിരുന്നു. പിന്നെ മോഡൽസായിട്ട് ഞാൻ, ഋതു, ഇതാണ് നീനു ചേച്ചി ഉണ്ടായിരുന്നു. പിന്നെ റിയാസ് ചേട്ടനും ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഞങ്ങൾ ഇതാ വൈലോപ്പള്ളി സംസ്കൃത ഭവനിലെത്തി ഷൂട്ട് സ്റ്റാർട്ട് ചെയ്തു. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കഥകളി, ആനയുടെ ഒക്കെ പടമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ വെച്ചിട്ടായിരുന്നു ഷൂട്ട് ചെയ്തത്. അപ്പോൾ ഇതാണ് കേട്ടോ റിയാസ് ചേട്ടൻ, ഞാൻ നേരത്തെ പറഞ്ഞ ചേട്ടനാണ് ആക്ച്വലി ഈ ഷൂട്ടിലേക്ക് എന്നെ സജസ്റ്റ് ചെയ്തത്. അപ്പോൾ ഞങ്ങൾ ഇവിടെ വെച്ചിട്ട് കുറച്ച് വിഷ്വൽസൊക്കെ, അതായത് ഒരാൾ വീഡിയോ എടുക്കുമ്പോൾ അടുത്ത ആൾ ഫോട്ടോ എടുക്കാൻ പോവും. അങ്ങനെ നമ്മൾ മാറി മാറിയാണ് ഇവിടുത്തെ സംഭവങ്ങളൊക്കെ സെറ്റാക്കിയത്. ഒരാൾക്ക് കഥകളി, ഒരാൾക്ക് ആന, വള്ളംകളി, അങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ട്. അപ്പം അവിടെ ഇങ്ങനെ നടക്കുന്നതും. അപ്പം ഇപ്പം എൻ്റെ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് കണ്ടോ, എൻ്റെ ഫുൾ ഫിഗർ എന്നുള്ള രീതിക്ക്. പിന്നെ അവിടെ ഒരു ആൽമരം ഉണ്ടായിരുന്നു. അപ്പം അവിടെ വെച്ച് നമ്മൾ കുറച്ച് ഫ്ലവേഴ്സൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് അവിടെ കുറച്ചിങ്ങനെ ഹാങ് ഒക്കെ ചെയ്തിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു, കുറച്ച് റീൽസ് എടുത്തു. ഞാനും ഇതും കൂടെ ഒരു ഡാൻസ് വീഡിയോ ഒക്കെ എടുത്തു. അത് ഇൻസ്റ്റയിലൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ യൂട്യൂബിൽ ഞാൻ ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു, ഇല്ലെങ്കിൽ ഞാനത് ഇടാം. അപ്പോൾ ഇതാണ് നീനു ചേച്ചി, ഞങ്ങളുടെ ഡിസൈനർ. അപ്പം അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്തു. ഇടയ്ക്ക് ഈ ഷൂട്ട് കഴിഞ്ഞപ്പോൾ എനിക്കൊന്ന് ഓൾമോസ്റ്റ് ഒരു ഉച്ചയായി. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്തു. എനിക്കൊരു ഫ്രോക്കും ഋതുവിന് ഒരു കഫ്താനും ആയിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് ഞങ്ങൾ ബാക്കി ഷൂട്ട് ചെയ്തു. പിന്നെ വെയിലും ഇങ്ങനെ പോയി വന്ന് ഇടയ്ക്ക് കുറച്ച് ഇരുളും അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ ഈ മണ്ഡപത്തിലൊക്കെ നിന്ന് നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു, പിന്നെ വീഡിയോസ് എടുത്തു. ഇനിയിപ്പം റിയാസേട്ടൻ്റെ ഫോട്ടോഷൂട്ട് നടക്കുവാണ്. അപ്പം നീനു ചേച്ചിയുടെയൊക്കെ സാരിയുടെ ഷൂട്ടിന് മാത്രമേ നീനു ചേച്ചി ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി കോസ്റ്റ്യൂം ചേച്ചി ഉണ്ടായിരുന്നില്ല, ഞങ്ങൾ തന്നെയായിരുന്നു. അപ്പം അതിൻ്റെ വിഷ്വൽസൊക്കെയാണ്. ഇപ്പോൾ ഈ പൂക്കളമൊക്കെ ഉണ്ടല്ലോ, അത് ശരിക്കും ഒറിജിനലായിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ പ്ലാസ്റ്റിക് പൂവാണ് വെച്ചാൽ കണ്ട അടിപൊളി ഒറിജിനൽ ഫ്ലവർ പോലെ തോന്നും. അടുത്ത കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്തു. ഒരു കഫ്താനാണ്, ഗ്രീൻ മോഡൽ സിൽക്കിൻ്റെ. 3ാമത്തെ ടോപ്പ്. അപ്പം നമ്മൾ ഷൂട്ടൊക്കെ കഴിഞ്ഞ് തിരിച്ചെത്തി, മേക്കപ്പൊക്കെ റിമൂവ് ചെയ്തിരിക്കുക. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഓണം ഷൂട്ടിൻ്റെ ഇന്നത്തെ വിശേഷങ്ങൾ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇന്നത്തെ പോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ.